പത്തനംതിട്ട അടൂർ കോട്ടമുകളിലെ യുവതിയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ യുവതിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. വിവരങ്ങളുമായി സുജു ടി ബാബുവാണ് ചേരുന്നത്. സുജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അക്ഷയ്, യുവതിയുടെ മരണം ഇപ്പോൾ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരമാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. എന്നാൽ കസ്റ്റഡിയിലുള്ള യുവാവിനെതിരെ ആത്മഹത്യാ കുറ്റം, പ്രേരണക്കുറ്റം ചുമത്താൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മരണസമം യുവാവോടുണ്ടായിരുന്നു. മറ്റൊന്ന്, മരണത്തിന് മുമ്പ് യുവാവും യുവതിയും തമ്മിൽ കയ്യാങ്കളിയും ആ വീട്ടിൽ ബഹളമുണ്ടായ കാര്യത്തിൽ അല്ലെങ്കിൽ വാക്കുതർക്കവും ഉണ്ടായ കാര്യത്തിൽ ഈ ആളുകളുടെ സമീപവാസികൾ കേട്ടിരുന്നു. മറ്റൊന്ന്, ഈ രക്തക്കറയുമായി ബന്ധപ്പെട്ട് മൂക്കിൽ നിന്ന് രക്തം വന്ന കാര്യത്തിലും വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണ കുറ്റവും അതുപോലെ തന്നെ ഈ ആൺസുഹൃത്ത് ഈ യുവതിയെ ആക്രമിച്ചതിനെതിരെയും വേണമെങ്കിൽ കേസെടുക്കാവുന്നതാണ്. അപ്പൊ പോലീസ് അതുകൊണ്ട് തന്നെ യുവാവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്താത്തതിന്റെ കാരണം ഈ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ ഒരു സംശയം ഉണ്ടായിരുന്നു. കൊലപാതകമെങ്കിൽ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാനായിരുന്നു സാധ്യത. എന്നാൽ ഇപ്പോൾ കൊലപാതകമല്ല ആത്മഹത്യ എന്ന് വന്നതോടുകൂടി ഒരു പക്ഷേ ഇത് ആത്മഹത്യാ പ്രേരണ കേസും അതുപോലെ യുവതിയെ ആക്രമിച്ച കേസിലുമായിരിക്കും അറസ്റ്റ് ഉണ്ടാകും. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയാണ് ഷഹന ഇന്നലെ കൊല്ലപ്പെട്ടത്. ഭർത്താവുമായി ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്നു.